ആ 20 വർഷത്തിന് മുമ്പ് ഞാൻ എന്താണോ ആശിച്ചു പോയത് അത് ദൈവം എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ലൈഫിൻ്റെ സക്സസ്സിലേക്ക് എങ്ങനെ അവരെ സ്റ്റെപ്പായിട്ട് കയറ്റി വിടാമെന്നുള്ളതിന് എനിക്ക് അവർക്ക് അതിന് ക്ലാസ് കൊടുക്കാൻ പറ്റും. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആദ്യമേ ബഹുമാനിക്കേണ്ടത് അമ്മയും അച്ഛനും ഗുരുവും. അത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. നമ്മൾ പറയില്ല മാതാപിതാ ഗുരു ദൈവം. ഓരോ യാത്രയും എൻ്റെ ഓരോ എക്സ്പീരിയൻസാണ്. എനിക്ക് പഠിക്കാൻ ഒത്തിരി പാഠങ്ങൾ തന്നതാണ് ഓരോ മക്കളുമാരിലൂടെ. ആ കുട്ടി ആ അമ്മയുടെയും അച്ഛൻ്റെയും വലിയൊരു സ്വപ്നമാണ്, നാളത്തെ സമൂഹത്തിൻ്റെ സ്വപ്നമാണ്. ശരിക്കും അവനെ ആ വഴിക്കോട്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആണ്. മാരേജിന് ശേഷമാണ് എൻ്റെ ഫുള്ള് സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ആദ്യം മുതലേ തന്നു. മോനെ പ്രസവിച്ചതിന് ശേഷം അത് ഞാൻ മോളുണ്ട്, അത് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഇന്ത്യൻ ആർമിയിൽ എൻ്റെ ഹസ്ബൻഡ് മേജർ ആയിരിക്കുന്ന സമയത്ത് വേൾഡ് മിലിറ്ററി ഗെയിം നടക്കുകയാണ് ഹൈദരാബാദിൽ. അങ്ങനെ വേൾഡ് മിലിറ്ററി ഗെയിം നടക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഞാനൊരു ഗാലറിയിൽ ഒരു പ്ലെയർ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ജൂഡോ കോമ്പറ്റീഷൻ വേൾഡ് മിലിറ്ററി ഗെയിമിൻ്റെ വരുന്നു, അപ്പോൾ ഹസ്ബൻഡ് ഓർഗനൈസിങ് കമ്മിറ്റിയിലുണ്ട്, കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജൂഡോ എനിക്ക് കാണണം. രാവിലെ അവിടെ ആ ഒരു ചോദ്യത്തോടു കൂടി ഞാൻ ജൂഡോയിലോട്ട് തിരിഞ്ഞ് ചിന്തിച്ചു. അപ്പോൾ പുള്ളിക്ക് ഞാൻ എന്താണ് ജൂഡോയിലൊന്നും അറിയില്ല. പുള്ളിക്ക് ഞാൻ പർവ്വതാരോഹണം ചെയ്തിട്ടുണ്ട്, ജൂഡോ പ്ലെയറാണ്, സ്നാപ്പ് ഷൂട്ടിങ്ങിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്, പർവ്വതാരോഹണം പാരാജമ്പിങ് ഒക്കെ ചെയ്ത് ഒരു ലൈഫിൻ്റെ ഒരു സക്സസ് എനിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം ഞാൻ എത്തിച്ചൊരു വ്യക്തി എന്നുള്ള അറിയും. അങ്ങനെ ഞാൻ ഈ ഗാലറി പോയിരിക്കുന്നു. അന്ന് ബ്രിഗേഡിയറും ബ്രിഗേഡിയറിൻ്റെ വൈഫ് അവരൊക്കെ ഇരിക്കുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പർ ആയിട്ട് ഞാൻ അതിൻ്റെ ഇപ്പുറത്തുണ്ട്. പെട്ടെന്ന് നമ്മുടെ കേരള ജൂഡോ അസോസിയേഷൻ്റെ ഒരാൾ, ഞാനിപ്പോൾ സാറിൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല കാരണം അദ്ദേഹത്തിനെ ഇപ്പം പറഞ്ഞ് ഞാനിതാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, അദ്ദേഹം വന്നിട്ട് ഡയറക്റ്റ് എൻ്റെ അടുക്ക വന്നിട്ട്, അപ്പോൾ ഇങ്ങനെ ഗാലറിയിൽ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്നെ സാർ വാച്ച് ചെയ്യുന്നു. ഇപ്പോൾ വർഷങ്ങളായി ഞാൻ ജൂഡോ വിട്ടിട്ട് പോയി, മക്കളുടെ മോളായി, കല്യാണം കഴിഞ്ഞൊക്കെ പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ജയശ്രീ അല്ലേ? അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ രൂപം പോകും. ഞാൻ പറഞ്ഞു അതെ സർ. സാറ് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഒരു വേർഡ്, വേണ്ടാത്ത ഒരു വേർഡ് ചോദിച്ചിട്ട് ചോദിച്ചു, ഏതവനാ നിന്നെ കല്യാണം കഴിച്ചു? അപ്പം എൻ്റെ ഹസ്ബൻഡ് മലയാളം പഠിച്ചു, എൻ്റെ ഹസ്ബൻഡ് UP ആയിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരന് ചാടി എഴുന്നേറ്റിട്ട് ഈ വേർഡിൻ്റെ മീനിങ് മനസ്സിലാവാതെ ചെന്നു, ഞാനാണ് സാർ കല്യാണം കഴിച്ചത്. അപ്പോൾ പറഞ്ഞു, നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു റിസൾട്ട് നേടാതെ എന്തിനൊരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു? നിനക്ക് അത്യാവശ്യം ഒരു ഫ്യൂച്ചർ ജൂഡോയിൽ ഉണ്ടാക്കാം, നീ എന്തിനെ ബാക്കിലോട്ട് മാറിയിരിക്കുന്നു? അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു നല്ല റഫറി ആവാം, നല്ല കോച്ചാവാം, അത്യാവശ്യം ടാലൻ്റ് ഉള്ള ഒരാളിങ്ങനെ മൂലയിൽ മാറിയിരിക്കാൻ സമ്മതിക്കരുത്. എന്നിട്ട് സാർ എന്നെ കുറേ ചീത്ത വന്നിട്ട് പറഞ്ഞു, അന്ന് നിനക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പിള്ളേർക്ക് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ പാരാജമ്പിങ് ആവട്ടെ, പർവ്വതാരോഹണമാവട്ടെ, ജൂഡോയുടെ ആവട്ടെ, ഏത് പൊസിഷനിൽ പോകാം. ഈ ഇത്രയും വാങ്ങിച്ച ഒരാളുടെ ഫ്യൂച്ചർ കളഞ്ഞിട്ടാണ് നീ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ക്ലിക്കായി. കാരണം ശരിയാണ്, എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് വേറൊരു കുട്ടിക്കാണെങ്കിൽ ഇന്ന് ഹൈ ലെവൽ പോകും. എന്നെ പഠിപ്പിച്ച 10ാം ക്ലാസ് എന്നല്ല, ഡിഗ്രി പഠിപ്പിച്ചവരായാലും ഇപ്പോഴും എന്നോട് ചോദിക്കും, ജയശ്രീ എവിടെ എത്തി എന്നൊരു വലിയ ക്വസ്റ്റ്യൻ. കാരണം അന്ന് ഞാൻ ഇതിനെല്ലാം പോകുമ്പോൾ ഒരു റെക്കോർഡാണ്. ആ സമയത്ത് റെക്കോർഡ് എടുത്ത ഒരാൾ എന്തായിന്ന് അവർക്കും അറിയാൻ, എൻ്റെ ഗുരുക്കന്മാർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് ചെയ്തോന്ന് ചോദിച്ചാൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇത് പറയുന്നപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ ജൂഡോയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മതി. അപ്പം ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം, എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് എന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മോനായതിനു ശേഷം എന്നോട് വന്ന് പറ്റൂല, ജൂഡോയുടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തേ പറ്റൂല. അങ്ങനെ പുള്ളി ശരിക്കും എന്നെ കമ്പൽ ചെയ്തു എന്ന് പറയും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് മോനായതിനു ശേഷം എടുക്കുന്നത്. എല്ലാ ലേഡീസും മാരേജ് കഴിഞ്ഞ് കുട്ടികളായി കഴിയുമ്പോൾ ബാക്കിലോട്ട് ഒതുങ്ങുന്ന ആൾക്ക്. പിന്നെ അതിന് എൻ്റെ കൂടെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. കേരള പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജിതിൻ കുമാർ, പിന്നെ ഈ രാജേഷ് സാറ്, അങ്ങനെ കുറേ പേര്. അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, കോമ്പറ്റീഷന് തിരിച്ചു വരണം, റഫറിങ് ചെയ്യണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഞാൻ അണ്ണനെയോട് ചോദിക്കുകയാണ്, അണ്ണ ജയനാരായണോട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയാൽ എനിക്ക് കിട്ടുമോ? ഓരോ എക്സാമിന് പോകുമ്പോഴും ഞാൻ ചോദിക്കാം, അണ്ണ ഒന്ന് പ്രായത്തിൻ്റെതായിട്ടുള്ള മെമ്മറി നമുക്ക് പഴയതുപോലെ ആക്റ്റീവ് അല്ല. ഞാൻ ചോദിച്ചാൽ എനിക്ക് ചെയ്യാം, നീ നിനക്ക് ധൈര്യമായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും എൻ്റെ മക്കളും തരുന്ന സപ്പോർട്ടിനോടൊപ്പം അണ്ണൻ്റെ ആ ഒരു സപ്പോർട്ട്, ഇനി ഞാൻ ബാക്കിലോട്ട് നോക്കില്ല. കാരണം പുള്ളിയുടെ ലൈഫ് പുള്ളി ഓണായിട്ട് നേടിയെടുത്തത്. അപ്പോൾ പോലെ എനിക്ക് ആ ഒരു അങ്ങനെ ഒരു വ്യക്തിത്വം എൻ്റെ കൂടെ ഉള്ളപ്പം എൻ്റെ ഹസ്ബൻഡ് ഓണായിട്ട് നേടിയതാ, സ്വന്തം അച്ചീവ്മെൻറ്റ്സ് കൊണ്ട് നേടിയതായതുകൊണ്ട് അങ്ങനെ 2 ബലവത്തായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് അണ്ണനുണ്ട്. റൈറ്റും ലെഫ്റ്റുമായിട്ട് എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങി എനിക്കൊരു സക്സസ് ആവും.
അങ്ങനെ ഞാൻ ജൂഡോയിലേക്ക് തിരിച്ചിറങ്ങി. ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള ഇതിൽ 3 ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അല്ലെങ്കിൽ ബാക്കി ഫാമിലിയിൽ നിന്നും അണ്ണനായാലും എല്ലാവരും കൂടെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു റെക്കോർഡ് അത് രാഹുലിനോട് പറയാൻ 15 വർഷം മുമ്പ്, അതായത് ജൂഡോയിൽ ഞാൻ ഏകദേശം 15 ഒരു 20 വർഷം മുമ്പ് എന്താണോ ആഗ്രഹിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. അന്ന് കോമ്പറ്റീഷൻ നാഷണലിൽ പോകുമ്പോൾ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേഡി റെഫറീസ് യൂണിഫോം ഇട്ടും ജെൻസുമാർ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ നമ്മളിലൊരു ഭയങ്കര ഇഷ്ടം തോന്നി. അതായത് എനിക്കതുപോലെ ആവണം, ആ റെഫറി യൂണിഫോം ഇടണം. അന്ന് ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചപ്പം എനിക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസും ലൈഫിലുണ്ട്. കാരണം ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ ശരിക്കും ഒരു നല്ല തലപ്പത്തൊരു ജോലിക്കിരിക്കാം. പക്ഷേ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കുന്ന ആൾ പൂർണ്ണമായിട്ട് ഞാൻ ആ ആളിനുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പലയിടത്തും ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണെന്നുള്ള രീതി. കാരണം പല ഇൻ്റർവ്യൂവിനും വീട്ടിൽ നിന്ന് വരാൻ ആളില്ല, ഞാൻ വേണ്ടാന്ന് വെക്കും. പല സിറ്റുവേഷനിലും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് വരുമ്പോൾ ആസ് എ ലേഡി, അപ്പോൾ എനിക്കത് ശരിയാവില്ല. ചിലരുടെ ഫേസിൽ നോക്കി എനിക്ക് ആൻസർ കൊടുക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ ബാക്കിലോട്ട് ആ ഒരു ഇതിൽ എനിക്ക് സക്സസ് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ, പക്ഷേ ഈശ്വരാധീനവും ഗുരുത്വവും കൊണ്ട് ഈ 20 വർഷം മുമ്പ് ഞാൻ എവിടെ നിർത്തിയോ ആ ഒരു റഫറിങ് യൂണിഫോം എന്നിൽ ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ എനിക്ക് തോന്നി കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും നേടിയിട്ടില്ല ആ ഒരു റെക്കോർഡ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല. കേരളത്തിൽ ഒരു പെൺകുട്ടി ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ അവൾക്ക് എവിടെ വരെ എത്താൻ പറ്റും. അവളൊരു പ്ലെയർ ആയാൽ അവൾക്ക് നല്ലൊരു കോച്ചാവാം, നല്ല ഒരു റഫറിങ് ചെയ്ത് നമ്മുടെ കേരളത്തിന് വലിയൊരു സ്വപ്നമല്ല, നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യക്കകത്ത് നല്ല ബെസ്റ്റായിട്ട് ഒരാളാവാൻ പറ്റും. നമ്മുടെ ഭാരതത്തിനകത്ത് നല്ല സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഞാൻ ഇതിലേക്ക് വരാൻ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒത്തിരി പാർഷ്യാലിറ്റി കണ്ടിട്ടുണ്ട്. അതായത് കഷ്ടപ്പെട്ട് കയറി വരാൻ പോകുന്നിടത്ത് പല പാർഷ്യാലിറ്റിയിലും എനിക്ക് പിന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ പലതും എന്തോ എനിക്കതിനെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒത്തിരി പാർഷ്യാലിറ്റി കണ്ട് കരഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഞാൻ ജൂഡോയിൽ നിന്ന് യൂണിഫോം ഊരിയതിൻ്റെ തന്നെ 3 വർഷം ഇനിയും ഞാൻ ജൂഡോയുടെ യൂണിഫോം ഇടും. പക്ഷേ അത് സത്യസന്ധതയ്ക്ക് നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടും ആയിരിക്കാം. അന്നൊക്കെ ചെയ്തവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അതുപോട്ടെ. എനിക്ക് പാർഷ്യാലിറ്റി തന്നവരൊന്നും ഇന്ന് ഏറെക്കുറെ ആൾക്കാർ അന്ന് പ്രായമുള്ളവരാണ്. ചിലപ്പോൾ അവരവരുടെ സ്റ്റുഡൻറ്റിന് വേണ്ടി ചെയ്തതായിരിക്കാം. ഇന്ന് നിലനിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റാണ്. ഏറെക്കുറെയും നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ടീമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട് താൻ. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് 1-2 സിറ്റുവേഷനിൽ ഇറങ്ങിയപ്പം ഒരു നല്ല റഫറി ആയിട്ട്, നല്ല ഒരു കോച്ചായിട്ട് സത്യസന്ധതയോടെ തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ ആ 20 വർഷത്തിന് മുമ്പ് ഞാൻ എന്താണോ ആശിച്ചു പോയത് അത് ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞാനത് രാഹുലിനോട് പറഞ്ഞ ഗുരുത്വം, ഞാൻ എന്താണോ സ്വപ്നം കണ്ടിട്ട് പോയത് ആ 20 വർഷത്തിനകത്ത് കേരളത്തിനകത്ത് ആൾക്കാരില്ലാഞ്ഞിട്ടല്ല. ഈ 50 വർഷത്തെ ജൂഡോയുടെ ചരിത്രത്തിൽ എൻ്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന എൻ്റെ കോച്ചസ് ആവട്ടെ, ഞാൻ ഒരാളിനെയായിട്ട് വിളിച്ച് പറയാൻ പറ്റില്ല, എല്ലാ ജില്ലയിലും എനിക്ക് നല്ല ഒരു സർക്കിളുണ്ട്. അതിൽ അവരുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും എൻ്റെ ഫാമിലി സപ്പോർട്ടും ഞാനീ പറഞ്ഞ അണ്ണൻ്റെ ഒരിതും എല്ലാവരുടെയും ഒരിതുകൊണ്ട് എനിക്ക് ഇന്ത്യക്കകത്ത് നല്ല ഒരു സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനെ കൊണ്ടുള്ള ഒരു റഫറി ആവാൻ പറ്റും. അതും ശരിക്കും ഒരു പക്ഷെ പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക്, പെൺകുട്ടികൾക്ക് ഒരു നമ്മുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ആരുടെ മുന്നിലും തല കുനിക്കാതെ നമുക്ക് നേടാം എന്ന് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു. അമ്മയും അച്ഛനും അത് ഒരു മക്കളെ വളർത്തുന്നതിൽ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം രാഹുലെ. എനിക്ക് അക്കാഡമിയുണ്ട്. എൻ്റെ വൃന്ദാവൻ ജൂഡോ ക്ലബ് എന്ന് പറയുന്നത് കേരളത്തിൽ എൻ്റെ ഒരു അക്കാഡമിയാണ്. തിരുവനന്തപുരത്ത് ഞാനിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നതാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാനിനി എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞുതരാം. ഞാനൊരു പെണ്ണായതുകൊണ്ടും ഞാനൊരു മകളായതുകൊണ്ടും ഞാനൊരു ഭാര്യ ആയതുകൊണ്ടും ഞാനൊരു അമ്മയായതുകൊണ്ടും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ലൈഫിൻ്റെ സക്സസ്സിലേക്ക് എങ്ങനെ അവരെ സ്റ്റെപ്പായിട്ട് കയറ്റി വിടാമെന്നുള്ളതിന് എനിക്ക് അവർക്ക് അതിന് ക്ലാസ് കൊടുക്കാൻ പറ്റും. പറഞ്ഞു തരാം. അതിന് ഇന്നത്തെ സമൂഹത്തിൽ അമ്മയും അച്ഛനും ഏത് കാര്യം എടുത്താലും മിക്ക മക്കളെയും കൊണ്ടും പേരൻസ് കരയുകയാണ്. ഒരു 90% ഒന്നിൽ ആ പിള്ളേരുടെ അമ്മയും അച്ഛനോട് ബിഹേവ് ചെയ്യുന്ന രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർ സമൂഹത്തിലേക്ക് ഇന്ന്
ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ല എന്ന് എൻ്റെ പേരൻസിനേക്കാളും എനിക്ക് എല്ലാത്തിനെ പറ്റി അവയർനെസ് ഉണ്ട്, എനിക്ക് നോളജ് ഉണ്ട്, ഞാൻ എന്തോ സംഭവമാണെന്ന് ഇന്നത്തെ തലമുറയിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ തലയിലുണ്ട്. അത് എവിടുന്ന് വന്നു എന്ന് പറയാം. നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അറിവിന് മുകളിലല്ല. നമ്മൾ വിചാരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയയോ ഇന്നത്തെ കമ്പ്യൂട്ടറിൽ വർക്ക് ഒന്നുമല്ല. നമ്മുടെ പേരൻസിൻ്റെ എക്സ്പീരിയൻസിൻ്റെ മുന്നിൽ നമ്മളൊന്നുമല്ല. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആദ്യമേ ബഹുമാനിക്കേണ്ടത് അമ്മയും അച്ഛനും ഗുരുവും. അത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. നമ്മൾ പറയില്ല മാതാപിതാ ഗുരു ദൈവം. എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഏത് കുട്ടിക്കും, ഇനി അവൻ ഡ്രഗ്സിന് അടിമയാവട്ടെ, അവൻ അല്ലാത്ത, എനിക്കിഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ കുട്ടിയെ സമൂഹത്തിൽ നല്ലൊരു കുട്ടിയായിട്ട് ഞാൻ വളർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയില്ല. കാരണം അമ്മയും അച്ഛനും എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവിടുമ്പം, ഇന്നിപ്പം എൻ്റെ മോനോടോ എൻ്റെ മോളോടോ ഞാൻ പറയുമ്പം എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ എനിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടോ ആ കുട്ടി ഒരു സെൻറ്റൻസ് പറയുമ്പം എൻ്റെ നെഞ്ചിൽ അത് എത്രത്തോളം വേദന ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു അമ്മയാണ്. അപ്പം എൻ്റെ മുന്നിൽ വരുന്ന ഒരു കുട്ടി, ആ കുട്ടി ആ അമ്മയുടെയും അച്ഛൻ്റെയും വലിയൊരു സ്വപ്നമാണ്, നാളത്തെ സമൂഹത്തിൻ്റെ സ്വപ്നമാണ്. ശരിക്കും അവനെ ആ വഴിക്കോട്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആണ്. അതിൽ എൻ്റെ മുന്നിൽ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കൗൺസിലിംഗ് ക്ലാസ് എടുക്കും. അതായത് എൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സിൽ കുട്ടികളിരുന്ന് കരഞ്ഞ കേസുണ്ട്. അതായത് ഞാൻ ഒന്നിച്ചേ ഇരുത്തുള്ളൂ. അവർക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ റിപ്പീറ്റാണ്, ബോറാണ്, അതൊക്കെ ഞാൻ വരുത്തിക്കും. കാരണം അവൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്ന് അറിയാൻ ഞാൻ ഇട്ടുകൊടുക്കും. അപ്പോൾ ചിലർക്ക് എന്ത് തോന്നും, ഫേസിൻ്റെ എക്സ്പ്രഷൻ മാറും. ഞാൻ അത് നോട്ട് ചെയ്യും. ആ കുട്ടിയെ മാത്രം പിടിക്കും. കാരണം അവൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം അവൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഒരു ഹാപ്പി മെൻറ്റാലിറ്റിയിലല്ല ആ കുട്ടി വരുന്നത്. കാരണം നമ്മൾ അമ്മയെ അച്ഛനെ പറ്റി കുട്ടികളോട് പറയുമ്പം അവരുടെ മുഖത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എൻ്റെ അമ്മ ഇങ്ങനെയാണോ, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ. ഒന്നുമല്ല, അവരൊന്നും ഒരു പുല്ലും അല്ല എന്ന് പറയുന്ന മെൻറ്റാലിറ്റി പിള്ളേർ ഫേസിൽ കാണിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ആ ഏത് ടീച്ചർ ആവട്ടെ ഒരു കൗൺസിലിംഗ് അവർ ഏറ്റവും സക്സസ് ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും എന്നെ ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന അമ്മയും അച്ഛന്മാരും ഒക്കെ തല്ലാൻ വരും. സത്യം ഞാൻ പറയുന്നത്. കാരണം എൻ്റെ 12 വർഷം എൻ്റെ മകളെ ഞാൻ മോള് ജനിച്ചതിന് മോള് 10ാം ക്ലാസ് വരെ ഞാൻ മോളുടെ ബാക്കിൽ നിന്നു. മോളും മോനും ട്യൂഷൻ കണ്ടിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയത്തിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആർമി സ്കൂളിൽ പഠിച്ചു, 2 സ്കൂളിൽ പഠിച്ചു. മോൾ 1 വർഷം മാത്രം വ്യാസവിദ്യാപീഠത്തിൽ പഠിച്ചു. അത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വ്യാസവിദ്യാപീഠത്തിൽ പഠിച്ചപ്പം എനിക്ക് ആ 1 വർഷം കൊണ്ട് എൻ്റെ മോളുടെ ഒരു സ്പിരിച്വൽ എന്താണ്, ഭാരതം എന്താണെന്നുള്ളത് ആ സ്കൂളിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ പറ്റും. ഒരു ഭാരതാംബയെ എങ്ങനെ സേവിക്കണം, നമ്മളൊരു വീട്ടിലെ കർമ്മം എന്താ, എൻ്റെ ഡ്യൂട്ടി എന്താ. ആ കുഞ്ഞ് 1 വയസ്സ് 1ാം ക്ലാസ്സിൽ അവൾക്ക് ഏകദേശം ഇൻപുട്ട് കിട്ടി ആ സ്കൂളിൽ നിന്ന്. എനിക്ക് അങ്ങേയറ്റം ആ സ്കൂളിനോട് ഭയങ്കര ഇതാണ്. വ്യാസവിദ്യാപീഠം പൂഴിക്കാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഞാൻ എൻ്റെ മകളിലൂടെയാണ് ഞാൻ അമ്മയെന്നുള്ള രീതിയിൽ ഒരു കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാമെന്ന് പഠിക്കുന്നത്. ഇതിലുപരി ഞാൻ കേരള യൂണിവേഴ്സിറ്റിക്ക് പിള്ളേരെയും കൊണ്ട് കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. സ്കൂൾ ഗെയിംസ്, SGFIയുടെ നാഷണൽ പിള്ളേരെയും കൊണ്ട് ഒത്തിരി കോമ്പറ്റീഷന് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ടീമിനെ കൊണ്ട് കേരള ജൂഡോ അസോസിയേഷന് വേണ്ടിയിട്ടും സ്കൂൾ ഗെയിംസിന് വേണ്ടിയിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ടീമിൻ്റെ കോച്ചായിട്ടും ടീമിൻ്റെ മാനേജറൊക്കെ. ഓരോ യാത്രയും എൻ്റെ ഓരോ എക്സ്പീരിയൻസാണ്. എനിക്ക് പഠിക്കാൻ ഒത്തിരി പാഠങ്ങൾ തന്നതാണ് ഓരോ മക്കളുമാരിലൂടെ. അതിൽ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സമൂഹത്തിൽ അമ്മയും അച്ഛന്മാർ ചിലപ്പോൾ എന്നെ തല്ലും, കേട്ടാൽ അവരെന്നെ ചീത്ത വിളിക്കും. പക്ഷേ ഇന്നത്തെ ഒരു കുട്ടി സമൂഹത്തിൽ നമ്മളാണ് ജന്മം കൊടുത്ത് നമ്മുടെ കുട്ടിയെ ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു വെള്ള പേപ്പറാണ് ആ കുട്ടി, ഒരു വൈറ്റ് പേപ്പറാണ്. അതിൽ വരയ്ക്കേണ്ട പേന നമ്മുടെ കയ്യിലാണ്. ഇതെവിടെയും ചിന്തിച്ച് നോക്കിക്കുക. കാരണം ആ വൈറ്റ് പേപ്പറായിട്ടാണ് നമ്മുടെ കയ്യിൽ കുട്ടി തന്നെ, ബ്ലാങ്ക് ആണ് ആ കുഞ്ഞ്. അതിനെ എങ്ങനെ വരയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇന്നത്തെ പേരൻസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യമേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി മൊബൈലിനും സോഷ്യൽ മീഡിയയ്ക്കും ലാപ്ടോപ്പോ ടാബോ എല്ലാത്തിലും നമ്മൾ അഡിക്റ്റാണ്. നമുക്കിത് തോണ്ടാനും നോക്കാനും ഉള്ള സമയം നമുക്ക് തികയുന്നില്ല. പിന്നെ നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്? ജനിച്ചു വീഴുന്ന കുഞ്ഞിന്ന് എന്താ കാണുന്നത്? എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ, എൻ്റെ അപ്പൂപ്പൻ അല്ലെ എൻ്റെ അമ്മൂമ്മ ഇതിലാണ്. അപ്പം അവൻ കണ്ണ് തുറന്ന് നോക്കുന്നതേ ഈ സാധനമാണ്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ
ഞാൻ വലിയൊരു എന്നൊന്നും പറയല്ല, ഞാൻ 2 മക്കളെ വളർത്തിയതിൽ എൻ്റെ മകളെയും കൊണ്ടും മകനെയും കൊണ്ടും ഞാൻ യാത്ര ചെയ്യുവാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പോസ്റ്റിംഗ് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മോൻ്റെ ഒരു ടാലൻറ്റ് ഞാൻ കണ്ടിട്ടുള്ള ഈ സർവ്വ സാധനവും നശിപ്പിക്കുന്ന പരിപാടി. ആ നശിപ്പിക്കുന്നവനെ ഞാൻ അടിക്കാൻ നിന്നില്ല. എന്ത് സാധനം വീട്ടിലുണ്ടെങ്കിലും ഒരു 1.5 ലക്ഷം രൂപയുടെ ഉള്ള ഒരു പ്ലാസ്മ TV റിമോട്ട് എടുത്തിട്ട് ഒരൊറ്റ എറിഞ്ഞ് നശിപ്പിച്ചവനാ എൻ്റെ മകൻ. അന്നത്തെ 48-50 ഇഞ്ചിൻ്റെ ഒരു പേരൻ്റാണ് എന്ത് ചെയ്യും, ഫസ്റ്റ് ആ കുട്ടിയെ അടിക്കും. അപ്പം ഞാൻ ഇവനെ വാച്ച് ചെയ്ത് എന്തായാലും എൻ്റെ TV പോയി, ഇവനെ ഞാൻ തല്ലിയാൽ എൻ്റെ കൊച്ചിന് നോവും. നമ്മളാണ് എന്ത് ചെയ്യും, ആ പ്രായത്തിൽ നമ്മൾ എടുത്ത് പിള്ളേരെ അടിക്കും. 2-3 കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന സൈക്കോളജി. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ആ കുട്ടിയെ അടിക്കും. ഞാനപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ മോൻ ഇത് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ അച്ഛനും ഞാനോട് ഇരുന്ന് TV കാണും. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താ പറയുക, എൻ്റെ മോൻ കുറേ നേരം കൊണ്ട് എന്നോട് എന്തോ ചോദിച്ചു, ഞാൻ അവന് അറ്റൻഷൻ കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ അവന് മനസ്സിലായി അമ്മയുടെ കണ്ണ് TV-യിലാണ്. ഈ സാധനം ഇല്ലെങ്കിൽ എന്നെ അമ്മ നോക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഞാൻ അറ്റൻഷൻ കൊടുക്കാതെ എൻ്റെ കണ്ണും എൻ്റെ മൈൻഡും എൻ്റെ മെൻറ്റാലിറ്റിയിലും എൻ്റെ ഫുൾ ഇതും കോൺസെൻട്രേഷൻ TV-യിലാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞത് നശിപ്പിച്ചത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ നമുക്ക് ലോസ് ആയത് ലോസായി. ഇന്ന് പിന്നെ അതിനേക്കാളും നമ്മൾ ജനിച്ചു വരുന്ന ഒരു കുഞ്ഞ്, നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു വൈറ്റ് പേപ്പറാണ് ഒരു കുട്ടി. നമ്മുടെ കുഞ്ഞ് തറയിലോട്ട് വീഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞ് കരയും. ആ കരയുന്ന കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് തറയെ അടിച്ചു കാണിക്കും. അതായത് നമ്മൾ ആദ്യത്തെ കുഞ്ഞിന് ഇട്ട് കൊടുക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാമോ, നമ്മളെ നോവിക്കുന്നവരെ തിരിച്ചടിക്കാനാണ് പഠിപ്പിക്കുന്നത്.